ഹലോ, ഇന്നാണ് കണ്ണൂർ ഡേ 2ൻ്റെ വ്ളോഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ദിവസം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മുടെ കണ്ണൂർ ട്രിപ്പ് അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന വരെയുള്ള വീഡിയോസാണ് ഈ ഒരു വീഡിയോയും. ഇതിലും മാക്സിമം വീഡിയോസ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് ഞാൻ മോർണിംഗ് 7:15 ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട്. എന്നേക്കാൾ മുന്നേ ഇവർ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് നേരെ പോയിട്ട് ബ്രഷ് ചെയ്യലും ഫ്രഷിങ് ആവലൊക്കെയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ എണീറ്റിട്ടുള്ളത് എന്താ വെച്ചാൽ 9:30 ആകുമ്പോൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒരു ടോക്കണൊക്കെ എടുക്കാണ്ട് ഉച്ചയ്ക്ക് ഒരു കോംപ്ലിമെൻ്ററി കിട്ടാണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ടോക്കൺ എടുക്കണം. അപ്പോൾ അതിനാണ് ഈ നേരത്തെ റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാൻ റെഡി ആയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഹെയറിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് നന്നായിട്ട് ആക്കിയിട്ട് ജസ്റ്റ് കോമ്പൗണ്ട് ഒന്ന് വാരിയതിന് ശേഷം ഗൈസ് നമ്മളിതിൻ്റെ താഴെയാണ് ഹോട്ടൽ വരുന്നത്. പഴശ്ശി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു ബൊഫ പോലെയാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് ബൂരിയും കറിയും അതേപോലെ കോഫിയും കുറച്ച് കട്ട് ഫ്രൂട്ട്സും കഴിച്ചു. പിന്നെ വേറെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ബ്രെഡ് ജാമ കാര്യങ്ങൾ ബട്ടർ അതുപോലെ മുട്ട പൊഴിഞ്ഞത്. പക്ഷെ നമ്മളിതായിരുന്നു കഴിച്ചത്. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്തു ടോക്കണൊക്കെ വാങ്ങി. അതൊന്നും ചെയ്തിട്ടില്ല, ഉമ്മല്ല സെക്രട്ടറി പോയിട്ടായിരുന്നു എടുത്തത്. പിന്നെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ ഔട്ടിങ്ങിന് ഇറങ്ങാൻ വിചാരിച്ചു. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കണ്ണൂർ ഫോർട്ട് ഉണ്ടായിരുന്നു, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ണൂർ ഫോർട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ കണ്ണൂർ ഫോർട്ട് കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്ക് അങ്ങോട്ട് പോകണ്ടുള്ളൂ. അങ്ങനെ ഗായ്സ് പിന്നെ ഞങ്ങളിവിടെ ഫുള്ള് നടന്ന് കണ്ടു, ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളും കണ്ടോളൂ കേട്ടോ. അങ്ങനെ ഗായ്സ് നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം പിന്നെ അവിടെ കോംപ്ലിമെൻ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ ഒക്കെ തുടങ്ങി കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ ഇറങ്ങി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് സെക്രട്ടറി തന്നെ പോയിട്ട് കോംപ്ലിമെൻ്ററി എല്ലാം വാങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
അങ്ങനെ ഗൈസ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വേറൊരു ഗ്രൗണ്ടിലായിരുന്നു, അവിടെ പോയിട്ട് നമ്മൾ അത് വാങ്ങിയിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് പോലെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇനി നമ്മൾ വേറെ എവിടെയെങ്കിലും കയറണമെന്നുണ്ട്, ബീച്ചിൽ വല്ലതും. കാരണം ഈ കണ്ണൂരിൽ കൂടുതൽ ബീച്ചാണ്, അതുകൊണ്ട് ഇനി ബീച്ചിൽ കയറണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോണ വഴിക്ക് കണ്ടില്ല, ലേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലേസ് എല്ലാം കഴിച്ച് പാട്ടൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ മൈൽഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ബീച്ചിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു ബീച്ചിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കയറിയപ്പോൾ കണ്ടത് അതിലും വലിയൊരു ഇതായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങൾ എത്തിച്ചേർന്ന ആ ബീച്ചിൽ എല്ലാ പഞ്ചായത്തുകളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആനക്കര പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആകെ അദൃശ്യമായിട്ട് വന്നതാണ്. എന്തായാലും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി നേരെ അവിടെ ജസ്റ്റ് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് കുറവാണ്, കുറേയൊക്കെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ കൂടുതൽ എൻജോയ് ചെയ്തതിൻ്റെ ഇടയിൽ ഫോട്ടോസും വീഡിയോസൊന്നും അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കാണിച്ചില്ല. ഇതാണ് പിന്നെ ഈ ഒരു ബീച്ചിൽ അത്ര തിരയില്ല, അതേപോലെ തന്നെ മണ്ണങ്ങനെ കാലിലങ്ങനെ വരില്ല, അത്രയും നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ ഈ ഭാഗത്തുള്ള പോരെല്ലാം അവിടെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചെല്ലാം കറങ്ങി അങ്ങനെ നമ്മുടെ ആ ഒരു ഔട്ടിംഗ് ഒക്കെ ഫിനിഷ്ഡായി. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഗൈസ് കുറേ പോയിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ നിർത്തി. ചായയും പഴംപൊരിയും ഞാൻ കഴിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ പാടുള്ള പിന്നെ വീഡിയോസൊന്നും ഇല്ല. വീട്ടിലെത്തിയിട്ട് പിന്നെ ഇക്കാക്ക ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പെട്ടിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ഈ ഒരു ബ്ലൂ പെട്ടിയായിരുന്നു നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പെട്ടി. അങ്ങനെ ഗൈസ് നമ്മുടെ കണ്ണൂർ ട്രിപ്പ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു, നല്ല അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.